എല്ലാവർക്കും കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൂള, കപ്പ അല്ലെങ്കിൽ കൊള്ളി എന്നൊക്കെ പറയുന്ന നമ്മുടെ കപ്പ പായസമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കപ്പ എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ കുടിക്കുന്നവർക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അത് നമ്മുടെ കപ്പയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് സാഗോ സീഡ്സ് എടുത്തിട്ടുണ്ട്. ചവ്വരിയാണ്. അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 150 ഗ്രാം ശർക്കരയാണ് എടുക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പം ഇതിവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. എല്ലാം അലുത്താൽ മാത്രം മതി, കൂടുതൽ സമയം വറ്റിക്കൊന്നും വേണ്ട. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കപ്പ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിന് 1 കപ്പ് കപ്പയാണ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസുള്ള ഗ്രേറ്ററിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സൈസിലുള്ള ഗ്രേറ്ററിൽ, അപ്പോൾ ഒത്തിരി വലിയതായിട്ടുള്ള ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്യേണ്ട. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ നടുവിലെ നാര് ഉള്ളതൊന്ന് കളഞ്ഞിട്ട് വേണം കേട്ടോ ഒന്ന് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, നടുവിലാവുന്ന സമയത്ത് ഒന്ന് കളയണം. അല്ലെങ്കിൽ നടുവേ കീറിയിട്ട് നാരെടുത്ത് കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്താലും മതിയാകും. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് കറക്റ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം. ഇതിൻ്റെ കട്ടൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ചായിട്ട് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയുക. അപ്പോൾ നമ്മൾ വേവിക്കുന്നൊന്നുമില്ലല്ലോ, ഡയറക്റ്റായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യല്ലേ, വേവിച്ച് വെള്ളം കളയുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയുക. ഞാനിവിടെ ഒരു 2 പ്രാവശ്യം ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് കളയുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഇതെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ ഒന്നും കൂടി എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയുന്നുണ്ട്. അപ്പോൾ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇതിൽ നന്നായിട്ട് നീരെല്ലാം പോകുന്ന അതുവരെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു 2-3 പായസമൊക്കെ മുന്നേ ഇട്ടിട്ടുണ്ട്. അരിയും ചെറുപയർ പായസവും, അതുപോലെ കടലപ്പരിപ്പ് പ്രഥമൻ, ഓട്സ് പായസം, ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും പോയി കാണുക. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുതിയ വിഭവമായിരിക്കും. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകും. അപ്പോൾ ഇത് ഞാനിതാ 2ാമത്തെ പ്രാവശ്യം പിഴിയാണ്. അപ്പോഴും കുറച്ച് ആയിട്ടുള്ള നീരൊക്കെ വരുന്നുണ്ട്. ഇതിവിടെ നന്നായിട്ട് ഞാനിവിടെ എല്ലാതും പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്ന ചവ്വരി ഞാൻ വേകാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് അവിടെ ഇരുന്ന് വെന്തോട്ടെ. അപ്പോൾ ഇപ്പുറത്തെ ഒരു പാൻ വെച്ചതിന് ശേഷം അതിൽ ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കാഷ്നട്ടും കിസ്മിസും എല്ലാം വറുത്തെടുക്കാനായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ നെയ്യിൽ നിന്നും കോരി മാറ്റണം. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിതെല്ലാം കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിതിൽ നിന്നും കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് കുറച്ച് മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വീർത്ത് വരുന്ന സമയത്ത് ഇത് നമുക്ക് നെയ്യിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയായ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചവ്വരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചവ്വരി നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റാം. പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ വെള്ളവും കൂടെ ഒഴിക്കണം. അപ്പോൾ അതൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ നമ്മൾ ആ ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള കപ്പയുടെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നെയ്യ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് വറുത്തെടുക്കണം. ചെയ്യുമ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും പതുക്കെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതെ, ഇപ്പോൾ ഇത് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളർ മാറിയിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ടുള്ള അളവ് അറിയില്ലെങ്കിൽ ശർക്കരയുടെ കുറച്ച് ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് വേണമെങ്കിൽ വീണ്ടും ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇരുന്നിട്ട് ഈ ചവ്വരിയിലേക്കും കപ്പയുടെ ഇതിലേക്കും നന്നായിട്ട് നമ്മുടെ ശർക്കര നന്നായിട്ട് പിടിക്കണം. എന്നാലാണ് കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ശർക്കര നന്നായിട്ടൊന്ന് വറ്റുന്നിടം വരെ ഇത് ഈ തീയിൽ തന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്.
അപ്പം ഞാനിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടാം പാൽ 1 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 1 തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. 1 തേങ്ങയിൽ നിന്നാണ് 1 കപ്പ് രണ്ടാം പാലും 1/2 കപ്പ് ഒന്നാം പാലും എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ, ഒരു 2 പിഞ്ച് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷവും അത് കുറച്ചൊന്ന് ഇരുന്നിട്ട് ഒന്ന് വറ്റണം, ഒന്ന് കുറുകണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളയ്ക്കാതെ തന്നെ തീ ഓഫ് ചെയ്യണം. ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേനും തീ ഓഫ് ചെയ്യുക. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് കുറുകിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് പശുവും പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച പശുവും പാലാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പശുവും പാൽ ചേർക്കണമെന്ന് താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. മേമ്പടിയായിട്ട് ഇത്തിരി പശുവും പാലും കൂടെ ഒഴിക്കുന്നത് ടേസ്റ്റ് തന്നെയാണ്. പശുവും പാലിൽ രുചിയും വരത്തൊന്നുമില്ല. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡിയാണ്. ഇച്ചിരി ലൂസായിട്ടായിരിക്കുന്നതെങ്കിലും തണുക്കുമ്പോഴത്തേന് നന്നായിട്ട് കുറുകി വന്നോളും. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.